നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. ചരിത്രം തിരുത്തും എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാന അപകടത്തിൽ ഇൻഷുറൻസ് ക്ലെയിം. വിവിധ ഇൻഷുറൻസുകളായി ക്ലെയിം പ്രതീക്ഷിക്കുന്നത് 2400 കോടി രൂപയാണ്. അഹമ്മദാബാദിലെ എയർ ഇന്ത്യ ഡ്രീം ലൈനർ അപകടത്തിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം രാജ്യത്തെ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലുതായിരിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. വിവിധ ഇനങ്ങളിലായി 211 മില്യൺ മുതൽ 280 മില്യൺ ഡോളർ വരെ ഏകദേശം 2400 കോടി രൂപ തുക ഇൻഷുറൻസ് കമ്പനികൾ നൽകേണ്ടതായി വരുമെന്ന് കണക്കുകൂട്ടൽ. വിമാനത്തിൻ്റെ ഹാൾ, ഫ്യൂസലേജ്, സ്പെയർ പാർട്സ്, യാത്രക്കാർ, ചരക്ക്, അപകടത്തിൽപ്പെട്ടവർ, മറ്റുള്ളവർ എന്നിങ്ങനെ വിവിധ ഗണങ്ങളിലായാണ് ഇൻഷുറൻസ് ക്ലെയിം നടക്കുക. വിമാനം പൂർണ്ണമായും കത്തിനശിച്ചതിനാൽ ഹൾ, സ്പെയർ പാർട്സ് എന്നിവയുടെ ഇൻഷുറൻസ് തുക നൽകേണ്ടത്. കൊല്ലപ്പെട്ട യാത്രക്കാരുടെയും ജീവനക്കാരുടെയും പേരിൽ ലയബിലിറ്റി ഇൻഷുറൻസ് നൽകണം. മോൾട്രെയിൽ ധാരണ 1999 പ്രകാരം സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് SDR അടിസ്ഥാനമാക്കിയാണ് കൊല്ലപ്പെട്ട യാത്രക്കാരുടെ കുടുംബങ്ങൾക്കുള്ള തുക നിശ്ചയിക്കുക. ഇത് ഓരോ വ്യക്തിയുടെയും പേരിൽ 1.8 കോടി രൂപ വരെയാകാം. ഈ ഇനത്തിൽ മാത്രം യാത്രക്കാരുടെ കുടുംബങ്ങൾക്ക് മൊത്തം 435 കോടിയോളം നൽകേണ്ടി വരും. യാത്ര ചെയ്ത ആളുടെ ജോലി, ശമ്പളം, പ്രായം, സ്ഥാനക്കയറ്റ സാധ്യതകൾ തുടങ്ങിയ ഘടകങ്ങൾ കൂടി കണക്കിലെടുത്താൽ തുക വീണ്ടും ഉയരും. 2010 മാംഗ്ലൂർ വിമാന അപകടത്തിൽ മരിച്ച ഒരു യാത്രക്കാരൻ്റെ കുടുംബം കോടതിയെ സമീപിച്ചപ്പോൾ മേൽപ്പറഞ്ഞ ഘടകങ്ങൾ കൂടി പരിഗണിച്ച് 7 കോടി രൂപയിലധികം നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി വിധിച്ചിരുന്നു. പൈലറ്റുമാർ, ക്രൂ എന്നിവർക്കുള്ള ഇൻഷുറൻസ് തുക എയർ ഇന്ത്യയുടെ തൊഴിലാളി നയങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായാണ് കണക്കാക്കുക. BJ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അപകടത്തിൽ കൊല്ലപ്പെട്ട മറ്റുള്ളവർക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് തുക ലഭിക്കും. അപകടത്തിൽപ്പെട്ട ഡ്രീം ലൈനർ ഏകദേശം 115 മില്യൺ ഡോളറിലാണ് 960 കോടി രൂപ ഇൻഷുർ ചെയ്തിരിക്കുന്നത്. എയർ ഇന്ത്യ ഡ്രീം ലൈനറിൻ്റെ പ്രധാന ഇൻഷുറൻസ് കമ്പനി ടാറ്റ AIG ആണ്. ടാറ്റയ്ക്ക് 40% പങ്കാളിത്തമുള്ള സ്ഥാപനമാണിത്. വൻതുകയുടെ പോളിസി ആയതിനാൽ തങ്ങളുടെ ബാധ്യതയെ ടാറ്റ AIG വിദേശ കമ്പനികളിൽ റീഇൻഷുർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ബാധ്യതയും ടാറ്റ AIG മാത്രമായി വഹിക്കേണ്ടി വരില്ല. യാത്രക്കാർ വ്യക്തിപരമായി എടുത്ത പോളിസികൾ, മെഡിക്കൽ ഇൻഷുറൻസ്, അപകട ഇൻഷുറൻസ്, ടിക്കറ്റ് ബുക്കിംഗ് സമയത്തെടുത്ത പോളിസികൾ തുടങ്ങിയവയും ക്ലെയിം ചെയ്യപ്പെടാം. കൊല്ലപ്പെട്ട ഓരോ വ്യക്തിയുടെയും കുടുംബാംഗങ്ങൾക്ക് ടാറ്റ ഗ്രൂപ്പ് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പുറമെ 25 ലക്ഷം രൂപ അടിയന്തര സഹായമായി കൈമാറുമെന്നും തകർന്ന കെട്ടിടത്തിന് പുനർനിർമ്മിച്ചു നൽകുമെന്നും ടാറ്റ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.